നികുതിയിന്മേൽ ഏർപ്പെടുത്തുന്ന നികുതിയാണ് സെസ്. പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള അധിക നികുതികൾ ജനങ്ങൾക്ക് മേൽ സർക്കാരുകൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വലിയ തോതിൽ ചർച്ചയായത് പ്രളയ സെസ് ആയിരുന്നു. പ്രളയത്തിന്റെ എല്ലാ ദുരിതഭാരങ്ങളും അലട്ടിയ ഒരു ജനതയ്ക്ക് മേലെയായിരുന്നു സർക്കാരിന്റെ അധിക സെസ് പിരിവ്. സാമ്പത്തികമായി ഏറെ പിന്നോക്കാവസ്ഥയിലേക്ക് തള്ളപ്പെട്ട ജനതയോട് സെസ് ചോദിച്ചത് വലിയ വിവാദങ്ങൾക്ക് അന്ന് വഴിവെക്കുകയുണ്ടായി. ഇപ്പോഴത്തെ റേഷൻ വാങ്ങുന്നവർക്ക് സെസ് ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുകയാണ്. മുൻഗണനേതര വിഭാഗമായ നീല വെള്ള കാർഡുടമകൾക്ക് മാസം 1 രൂപ സെസ് ഏർപ്പെടുത്താനാണ് ശുപാർശ. റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്താനാണ് സെസ് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് ഇപ്പോൾ 1,90,00,000 രൂപ കുടിശ്ശികയുണ്ട്. ഇതുകൂടാതെ ഈ വർഷത്തേക്കുള്ള പണം കൂടി കണ്ടെത്താനാണ് സെസ് ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നത്. അതേസമയം ശുപാർശയിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കൊല്ലത്ത് നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയിൽ എല്ലാ സൗജന്യങ്ങളും സമ്പന്ന വിഭാഗങ്ങൾക്കുൾപ്പെടെ നൽകേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു. വിഭവ സമാഹരണത്തിന് സെസ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ മുന്നോട്ട് വെച്ച രേഖ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും സെസ് ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകളെ തള്ളിക്കളയുന്നില്ല. ജനങ്ങളെ പരമാവധി പിഴിഞ്ഞ് ഖജനാവിലേക്ക് എത്തിക്കുന്ന തുഗ്ലക് മോഡൽ പരിഷ്കാരമാണ് ഇതെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ തട്ടുകളാക്കി പണം കൈക്കലാക്കുന്ന തന്ത്രം രാജഭരണകാലത്ത് ഉണ്ടായിരുന്നു. പെട്രോൾ സെസ്, മദ്യ സെസ് തുടങ്ങി കെട്ടിട നികുതി വർധനവ് വരെ സമസ്ത മേഖലകളിലും വരുമാനം ഉറപ്പാക്കിയ സർക്കാരാണ് വീണ്ടും ജനത്തിനുമേൽ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കാൻ വഴി തേടുന്നത്. കിഫ്ബി റോഡുകളിലെ ടോളും ഉടനെത്തും. ഏറെക്കാലമായി വർധനവ് വരുത്താത്ത മേഖലകളിൽ ഫീസോ നികുതിയോ വർദ്ധിപ്പിക്കണമെന്നാണ് CPMന്റെ നയരേഖയിലെ പ്രധാന ശുപാർശ. നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന 41 പേജ് റിപ്പോർട്ടിലാണ് സെസ് ചുമത്തുന്നതടക്കം നിർദ്ദേശങ്ങൾ. വിവിധ മേഖലകളിൽ നിന്നും ലീസും മറ്റുമായി കിട്ടേണ്ട തുകകൾ പിരിച്ചെടുക്കാൻ ശ്രമിക്കണമെന്ന് നയരേഖയിൽ പറയുന്നുണ്ട്. എന്നാൽ നികുതി പിരിവ് ഊർജിതമാക്കാൻ പോലും കാര്യമായൊരു ശ്രമവും നടത്താതെയാണ് ജനങ്ങളിൽ നിന്നും പിടിച്ചു പറിക്കാനുള്ള പുതിയ നീക്കവും വരുന്നത്. ക്ഷേമ പെൻഷനുകൾ നൽകാൻ പെട്രോൾ സെസ് പിരിക്കാൻ ഒന്നാം പിണറായി സർക്കാർ തീരുമാനമെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പെട്രോൾ സെസ് പിരിക്കുന്നുണ്ടെങ്കിലും ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി നടക്കുന്നില്ല. മാസങ്ങളുടെ കുടിശ്ശിക ഇപ്പോഴുമുണ്ട്. മോട്ടോർ വാഹന സെസ് പിരിച്ചെടുക്കുന്നതിന് പുറമെയാണ് കിഫ്ബി പണിയുന്ന റോഡുകളിൽ വാഹനമോടിക്കാൻ ടോൾ പിരിക്കാനുള്ള നീക്കവും വരുന്നത്. 50 കോടിക്ക് മുകളിൽ മുതൽ മുടക്കുള്ള റോഡുകളിൽ ടോൾ ഈടാക്കാനുള്ള തീരുമാനം പാർട്ടിയും മുന്നണിയും അംഗീകരിച്ചു കഴിഞ്ഞതാണ്. വായ്പ എടുത്ത തുക കൊണ്ട് കിഫ്ബി നടത്തുന്ന പദ്ധതികൾ ഇങ്ങനെയല്ലാതെ മുന്നോട്ട് പോകില്ലെന്നാണ് ന്യായം. ഇന്ധന സെസ്, മോട്ടോർ വാഹന നികുതിയുടെ പകുതി തുക എന്നിവയാണ് ഇപ്പോൾ കിഫ്ബി വായ്പാ തിരിച്ചടവിന് ഉപയോഗിക്കുന്നത്. അതിനെല്ലാം പുറമെയാണ് പുതിയ പിരിവിന് സർക്കാർ തുനിഞ്ഞിറങ്ങുന്നത്. സെസ്സിന് പുറമെ റേഷൻ അരിയുടെ ഉൾപ്പെടെ വില വർദ്ധിപ്പിക്കുവാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. വില 4 രൂപയിൽ നിന്നും 6 രൂപയാക്കണമെന്നാണ് ശുപാർശ. അതേസമയം റേഷൻ കാർഡ് മാസ്റ്ററിംഗ് പൂർത്തീകരിക്കപ്പെടാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിരവധി പേരാണ് നടപടികൾ പൂർത്തീകരിക്കാനുള്ളത്. ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ആക്ഷേപം റേഷനുമായി ബന്ധപ്പെട്ട അധിക നികുതി പിരിവ് തന്നെയാണ്. പാവപ്പെട്ടവരുടെ കഞ്ഞിയിൽ നിന്നു തന്നെ പണം വാരണോ എന്നാണ് പലരും സർക്കാരിനോട് ചോദിക്കുന്നത്.